എന്റെ ഭഗവാനെ, എനിക്കിപ്പോ നിന്നെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോ. വാ നമുക്ക് പോകാം, ഓരോരുത്തരും തടയില്ല നമ്മളെ. വാ. എന്തിന്? എവിടെ പോവാൻ? എന്നെ കൊണ്ടുപോകാൻ നീ എന്റെ ആരാ? ആരാ നിന്നോട് എന്നെ തേടി ഇവിടെ വരാൻ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? ഉത്തരം പറയാൻ നാവില്ലടാ നിനക്ക്. വിസ്മയ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ നിന്നെ? അല്ല. പിന്നെ നീ എന്തിനിവിടെ വന്നു? നീ ഇവിടെ കസ്റ്റഡി പെട്ടുപോയെന്ന് വിചാരിച്ച് നിന്നെ ഞാൻ രക്ഷിക്കാൻ വന്നതാ. ഓഹോ, നിന്റെ പേര് ചന്ദ്രകുമാറിൽ നിന്നും രക്ഷകനാക്കിയത് ഞാൻ അറിഞ്ഞില്ല. ഇനി അഥവാ ഞാൻ എവിടെയെങ്കിലും പെട്ടുപോയാൽ തന്നെ എന്നെ രക്ഷിക്കാനുള്ള എന്ത് ഉത്തരവാദിത്തം നിനക്കുള്ളത്? നീ പറ. അത് വിസ്മയ, എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു ആപത്തിപ്പെട്ട ആശങ്കയില. ഞാൻ ആപത്തിപ്പെട്ട് ചത്തുപോയാലും നിനക്കെന്താ നഷ്ടം? അത് പറ. ദേ നോക്ക്, ഇനി ഒരു നിമിഷം പോലും നിന്നെ ഈ പരിസരത്തോ എന്റെ പിന്നാലെയോ കണ്ടുപോകരുത്. പോയിവിടുന്ന. വിസ്മയ, പോവാൻ പറഞ്ഞ പോണം. ഇറങ്ങി പോ വെളിയില്. സോറി ചന്തു, മാപ്പ്. ആരുമല്ലാത്ത നീ എനിക്ക് തരുന്ന കരുതലിന്റെ ഒരംശം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് തന്നിട്ടില്ല. നിന്റെ നിഷ്കളങ്കതയെ വേദനിപ്പിക്കാനേ എനിക്കിപ്പോൾ കഴിയൂ. അല്ലെങ്കിൽ ഈ സ്ത്രീകളും ശിവനും കൂടി നിന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് വരും. അതൊഴിവാക്കാൻ എനിക്ക് നിന്നോട് ഇത്ര ക്രൂരമായി പെരുമാറേണ്ടി വന്നത്. നീ എന്നോട് ക്ഷമിക്കും. മാപ്പ്, 1000 മാപ്പ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.